പാർലമെന്റിൽ ദേശവിരുദ്ധ പരാമർശവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ. മണിപ്പൂരിൽ ഭാരതമാതാവ് കൊല്ലപ്പെട്ടെന്നും മണിപ്പൂർ രണ്ടായി മാറിയെന്നും രാഹുൽ വിവാദ പരാമർശം നടത്തി. വിവാദ പരാമർശങ്ങളിൽ രാഹുൽ മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. രാഹുൽ ഇപ്പോൾ ഇന്ത്യയല്ലെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. കോൺഗ്രസ് അഴിമതിയാണ്, വിഭജനത്തിന്റെ വിത്തുകൾ പാകിയത് കോൺഗ്രസ് ആണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. एस्थमेटिक कोमा में जाते जाते जब उनकी हालत बिगड़ी तो पैरोल पर उनको 15 जनवरी 77 में छोड़ा। चार्जशीट में इस औरत का नाम नहीं था और 5 दिन बाद उनका देहांत हो गया। इनका इतिहास खून से सना है और जिनकी हत्या हुई आज वो इनको कटघरे में नहीं ला सकते, इसलिए आज इस सदन में मैं उनका नाम ले रही हूं, उनके बारे में बोल रही हूं। चाहते हैं कि मणिपुर पे चर्चा हो, मणिपुर पे चर्चा करने के लिए बार बार पार्लियामेंट्री अफेयर्स मंत्री ने गुहार लगाई, बार बार देश के गृह मंत्री ने कहा, हमारे श्रद्धेय राजनाथ जी ने भी कहा कि आप मणिपुर पे सदन पर चर्चा कीजिए, हम चर्चा के लिए तैयार हैं, भागे ये हम नहीं, भागे ये और हम नहीं। और भागने के पीछे कारण क्या? क्योंकि गृह मंत्री जब बोलने लगेंगे, परतें जब खुलने लगेंगी, तब ये मौन साध लेंगे। मौन मुद्रा का उल्लेख हुआ था, मौन थे ये लोग कई चीजों पर और आज भी हैं। अध्यक्ष महोदय, मेरे हाथ में KPMG की एक रिपोर्ट है जो इनके कार्यकाल से संबंधित है, जो कहता है कि करप्शन की वजह से UPA की कार्यकाल में हमारे देश की GDP की ग्रोथ को 9% का नेगेटिव इंपैक्ट होगा। ये अंतर्राष्ट्रीय एजेंसीज बोल रही थी, लेकिन ये चुप थे, आज भी चुप हैं। जो लोग जीरो लॉस थियरी सिखाते थे, आज उसी कांग्रेस के एक नेता को कोयला घोटाले के लिए सजा हुई है और वो चुप है। लेकिन चुप और बहुत सारी चीजों में रहे महोदय। 2005-6 में UPA की सरकार को यह ज्ञात हो गया था कि खुले में शौच करने की वजह से महिलाओं का बलात्कार हो रहा है। 2005-6 में इनको पता था, ये सरकारी सर्वे में ज्ञात हुआ है, लेकिन ये चुप थे। 2010 में वर्ल्ड बैंक की रिपोर्ट ने कहा, इनकी तब सरकार थी, कि स्वच्छता ना होने की वजह से देश की GDP पर 6.4 का नेगेटिव इंपैक्ट है। ये चुप रहे। महिला का बलात्कार खुले में शौच में हो रहा था, इनको पता था, ये चुप रहे। 2014 तक देश में केवल 39% आबादी को इन्होंने टॉयलेट की व्यवस्था सुनिश्चित करके दी। 2019 तक 100% कवरेज हुआ। 110 मिलियन टॉयलेट। ये हंसते हैं इस पे अध्यक्ष जी, शायद इनको पता नहीं। ലോക്സഭയിൽ വിവാദ പരാമർശം, ദേശവിരുദ്ധ പരാമർശം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ. മണിപ്പൂരിൽ ഭാരതമാതാവ് കൊല്ലപ്പെട്ടു, മണിപ്പൂർ രണ്ടായി മാറിയെന്നൊക്കെ പ്രകോപനപരമായ ഒരു പരാമർശം. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു ഭരണപക്ഷത്ത് നിന്ന് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ സ്മൃതി ഇറാനി സംസാരിക്കുകയാണ്. ലോക്സഭയിൽ എന്താണ് സംഭവിച്ചത് ഇതുവരെ? മണിപ്പൂർ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ചർച്ചയ്ക്കിടെയാണ് വിവാദ പരാമർശം, രാജ്യദ്രോഹ പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് മണിപ്പൂരിൽ ഭാരതമാതാവിനെ കൊലപ്പെടുത്തിയെന്നാണ്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭാരതമാതാവിനെ സംബന്ധിച്ചിട്ടുള്ള പരാമർശം ഉണ്ടാകുകയും തുടർന്ന് കോൺഗ്രസിന്റെ അംഗങ്ങൾ അത് കേട്ട് കൈകൊട്ടി ചിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടായത്. ഇതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി സ്മൃതി
ഇറാനി രംഗത്തെത്തുകയായിരുന്നു. മാത്രമല്ല BJP-യുടെ അംഗങ്ങളാകെ വലിയ ശബ്ദത്തോടുകൂടി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന അവസ്ഥയും ലോക്സഭയിൽ ഉണ്ടായി. സ്മൃതി ഇറാനി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ ഇന്ത്യ അല്ല എന്നാണ്. കാരണം ഇന്ത്യ അഴിമതിയല്ല, മാത്രമല്ല രാജ്യവംശത്തിലല്ല മെറിറ്റിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് എന്ന് സ്മൃതി ഇറാനി ചൂണ്ടിക്കാണിച്ചു. പണ്ട് ബ്രിട്ടീഷുകാരോട് പറഞ്ഞതാണ് ഇവിടെ തനിക്ക് പറയാനുള്ളത്, ക്വിറ്റ് ഇന്ത്യ എന്നാണ്. അഴിമതിയും രാജ്യവംശവും ക്വിറ്റ് ഇന്ത്യ എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് സ്മൃതി ഇറാനി ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ആർട്ടിക്കിൾ 370 പറ്റിയും പരാമർശങ്ങളുണ്ടായി. ആർട്ടിക്കിൾ 370 റദ്ദാക്കുവാൻ വേണ്ടി ലോക്സഭയിലും മറ്റും നടപടികളെടുത്തപ്പോൾ അതിൽ പിന്നിൽ നിന്നും കുത്തിയവരാണ് കോൺഗ്രസുകാരെന്നാണ് പ്രധാനമായും സ്മൃതി ഇറാനി ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമാണ് രാഹുലിന് ഭയരഹിതനായി കാശ്മീരിൽ പോകുവാനും അവിടെ സംസാരിക്കുവാനും കഴിഞ്ഞതെന്നും സ്മൃതി ഇറാനി ചൂണ്ടിക്കാണിച്ചു. സ്മൃതി ഇറാനിയുടെ സംസാരത്തിനിടയിൽ തന്നെ രാഹുൽ ഗാന്ധി ലോക്സഭ വിട്ടു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. രാജസ്ഥാനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ നിന്നും രാഹുൽ കടന്നു കളഞ്ഞത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രാഹുൽ ഗാന്ധിക്കും അതേപോലെ തന്നെ കോൺഗ്രസിനുമെതിരെ ഉയരുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് സഭയുടെ ചരിത്രത്തിലാദ്യമായി ഭാരതമാതാവിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശമുണ്ടായി, അതും രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇത് കേട്ട് കോൺഗ്രസിന്റെ അംഗങ്ങൾ കൈയടിച്ച് ചിരിച്ചതും BJP അംഗങ്ങളെ പ്രകോപിപ്പിച്ചു. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നത്. ലക്ഷ്മി, ഈ അവിശ്വാസ ചർച്ച ഇങ്ങനെ പുരോഗമിക്കുന്ന വേളയിൽ നാളെ പ്രധാനമന്ത്രി മറുപടി പറയുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിലേക്ക് കൂടി എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സാഹചര്യമാണ്. ഈ അവിശ്വാസ പ്രമേയത്തിന്മേൽ 12 മണിക്കൂർ ചർച്ചയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇന്നലെ 6 മണിക്കൂർ ചർച്ച അവസാനിച്ചിരുന്നു. ഇന്നിനി 6 മണിക്കൂർ ചർച്ചയ്ക്കുള്ള അവസരമാണ് ലഭിക്കുന്നത്. നാളെയാണ് പ്രധാനമന്ത്രി ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് ലോക്സഭയെ അഭിസംബോധന ചെയ്യുക. ഇന്നലെ വലിയ പ്രതിഷേധമാണ് BJP-യുടെ ഭാഗത്തുനിന്നും മറ്റും ഉയർന്നത്. അതായത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും കോൺഗ്രസിന് മുട്ടുമടക്കേണ്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പല ആരോപണങ്ങൾക്കും ചുട്ട മറുപടിയുമായി BJP രംഗത്തെത്തിയതോടുകൂടി പലപ്പോഴും ഇത്തരം ആരോപണങ്ങളിൽ നിന്നും അതേപോലെ തന്നെ പ്രസ്താവനകളിൽ നിന്നും പിൻവലിയേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്നലെയും സഭയ്ക്കുള്ളിൽ അലയടിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ കോൺഗ്രസിന്റെ ഓരോ അഴിമതി കഥകളും അക്കവിട്ട് നിരത്തി BJP-യുടെ അംഗങ്ങൾ തുറന്നടിക്കുന്ന സാഹചര്യമുണ്ടായി. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന സ്ഥിതിയായിരുന്നു നമുക്ക് ഇന്നലെ ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞത്. അതിൽ നിന്നും വിഭിന്നമായ ഒരു അവസ്ഥയല്ല ഇന്നും ലോക്സഭയിൽ. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ പരാമർശവുമായി എത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും നാളെ ഇത് സംബന്ധിച്ചിട്ടുള്ള മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ ഏവരും ഉറ്റുനോക്കുകയാണ്. ലോക്സഭയിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ രാഹുൽ മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BJP. രാഹുൽ ഇപ്പോൾ ഇന്ത്യയിലെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. കോൺഗ്രസ് അഴിമതിയാണ് വിഭജനത്തിന്റെ വിത്തുകൾ പാകിയത് കോൺഗ്രസ് ആണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. हमारे राष्ट्र के इतिहास में फर्स्ट टाइम एंटरप्रेन्योर्स बने, इनका उससे कोई सरोकार नहीं. 1,80,000 अकाउंट्स में स्टैंड अप इंडिया का 40,000 करोड़ का पैसा दिया गया. 80% महिलाएं. प्लीज, क्या तरीका है? वह अपनी बात करिए, तथ्यों के आधार पर करिए. आपको खंडन करना है तो आप बोलना, जब तथ्यों के आधार पर करना गलत बात ये. नो गलत. माननीय मंत्री जी आपकी अनुमति से सर मैं पुनः बोलूं. तो जैसा कि मैंने कहा, महिला का अगर आर्थिक सामाजिक उत्थान होता है तो इससे इनको कोई सरोकार नहीं. सेल्फ हेल्प ग्रुप की बात करते हैं. जब इनकी सरकार थी तब मात्र 19 लाख सेल्फ हेल्प ग्रुप्स को इन्होंने 80,000 करोड़ का लोन दिया. हमने 9 करोड़ महिलाओं को 5 लाख करोड़ की आर्थिक व्यवस्था करके दी देश के सेल्फ हेल्प ग्रुप में. यह हमारा अभिमान है. जो आज
महिला के बारे में चर्चा कर रहे हैं। टोका-टोकी बंद करो सर। जब इन्होंने महिला संबंधित बजट की व्यवस्था की तब इनके कार्यकाल से 130% ज्यादा बजट हमारे प्रधानमंत्री जी ने देश की महिलाओं को समर्पित किया। ये हमारा अभिमान है। आयुष्मान भारत के अंतर्गत 10 करोड़ परिवारों में महिलाओं को आयुष्मान भारत का कार्ड मिला। आज तक 2 करोड़ 60 लाख महिलाओं ने हॉस्पिटल वेलनेस सेंटर में सुविधाएं ली। ब्रेस्ट कैंसर में 12 करोड़, सर्विकल कैंसर में 8 करोड़ महिलाओं ने स्क्रीनिंग कराई। इनका उससे कोई सरोकार नहीं, बल्कि इनका उनसे सरोकार है दिल्ली में, जिन्होंने आयुष्मान भारत योजना दिल्ली में लागू ही नहीं की। इनका उनसे सरोकार है। देश में मोदी सरकार में 3 करोड़ 84 लाख घर बने, जिनमें से 2 करोड़ 86 लाख महिलाओं को मिले। इनका उनसे कोई सरोकार नहीं, क्योंकि गरीब महिला लखपति दीदी बन गई, वो हमारा अभिमान है, इनका नहीं। हमारे देश में 8 करोड़ 50 लाख बेटियों ने समग्र शिक्षा के माध्यम से स्कूल में सेवा ली, मुफ्त टेक्स्ट बुक की सेवा ली। बेटियां का ये उपलब्धि हमारा अभिमान है, इनका नहीं। 5 लाख से ज्यादा बेटियों के लिए स्कूलों में अलग से टॉयलेट की व्यवस्था हुई। ये इनका अभिमान नहीं, हमारा अभिमान है। हमें अपनी बेटियों पे गर्व है। 5 लाख दिव्यांग बेटियों को मंथली स्टाइपेंड मिलता है। ये सेवा हम देश की बेटियों को दे सकते हैं। ये हमारे लिए बहुत बड़ा प्रभु का उपकार है। 1,28,000 बेटियों को मेरिटोरियस स्कॉलरशिप दी जाती है, 12,000 रुपए की हर साल। ये सेवा का मौका परिवारों ने हमको दिया। 2 लाख से ज्यादा बेटियों को सेल्फ डिफेंस की ट्रेनिंग दी जा रही है। आज एलिमेंट्री एजुकेशन में बेटियों की एनरोलमेंट 100% है इस देश में। ये हमारे देश के लिए गौरव की बात है। आज पहली बार फीमेल एनरोलमेंट उच्च शिक्षा में महोदय 2 करोड़ से ज्यादा हुआ है महिलाओं का। ये देश के लिए गौरव की बात है। आज दलित बेटियों का एनरोलमेंट बढ़ा है 38%। दलित बेटियों का उल्लेख करती हूँ, ये चिल्लाते हैं, इनको दलित बेटियों से सरोकार नहीं, हमको है। ये हमारे लिए गर्व की बात है। आदिवासी बच्चे, लड़कियां 63% उनका एनरोलमेंट बढ़ा महोदय। आदिवासी बच्चों के साथ इनका कोई सरोकार नहीं। आदिवासी बेटियों ने हमारे प्रधानमंत्री को सेवा का मौका दिया। ये हमारे लिए